welcome back Lushly Lulus and it's me Lulu. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് മെജോറിറ്റി ആൾക്കാരിലും കാണുന്ന അണ്ടർ സ്കാർഫിന്റെ മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ചില ആൾക്കാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഹിജാബിൻ്റെ അടിയിൽ അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന്. സോ ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അണ്ടർ സ്കാർഫ് ഇട്ടാലുള്ളൂ നമ്മുടെ ഹിജാബിന് ഒരു കറക്റ്റ് ഷേപ്പും ഒരു എക്സ്ട്രാ ബ്യൂട്ടിയും നമ്മൾ ഹിജാബിന് കിട്ടുക. നമ്മുടെ ഹിജാബ് എപ്പോഴും ഇങ്ങനെ സ്ലിപ്പ് ആവാണ്ട് സെറ്റായിട്ട് നീറ്റിൽ കീപ്പ് ചെയ്യാനും ഒക്കെ അണ്ടർ സ്കാർഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കവറേജ് ആണ് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. പക്ഷേ എല്ലാവരും അണ്ടർ സ്കാർഫ് തെറ്റായിട്ടാണ് ധരിക്കുന്നത്. സോ മിസ്റ്റേക്ക് നമ്പർ 1, എല്ലാവരും എപ്പോഴും അണ്ടർ സ്കാർഫ് എന്ന് പറയുമ്പം റെഡിമെയ്ഡ് ആയിട്ടുള്ള അണ്ടർ സ്കാർഫുകളാണ് യൂസ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള അണ്ടർ സ്കാർഫുകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഒരുപാട് ബാക്കിലും ഒക്കെ ഒരുപാട് പ്രൊജക്ഷൻസും അതുപോലെ തന്നെ നല്ല വെൽവെറ്റിൻ്റെ ഒക്കെ നൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ടുള്ള റെഡിമെയ്ഡ് അണ്ടർ സ്കാർഫുകൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. സോ പക്ഷേ അണ്ടർ സ്കാർഫിൻ്റെ കറക്റ്റ് പേർപ്പസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാനും കറക്റ്റ് നമ്മളുടെ ഹെയർ കറക്റ്റായിട്ട് നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അണ്ടർ സ്കാർഫുകൾ ഒരിക്കലും റെഡിമെയ്ഡ് അണ്ടർ സ്കാർഫുകളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അണ്ടർ സ്കാർഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ഒരു ക്വാളിറ്റി ഷോൾ എടുത്തിട്ട് ഒരു ക്വാളിറ്റി ഹിജാബ് എടുത്തിട്ട് നിങ്ങൾ റോൾ ചെയ്യുക. അതിനൊക്കില്ല ഏത് റെഡിമെയ്ഡ് അണ്ടർ സ്കാർഫും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗം, ചിലർക്ക് മുന്നിലധികം ആവശ്യം ഉണ്ടാവില്ല, ചിലർക്ക് ടർബൈൻ ആയിരിക്കും ആവശ്യം. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് അണ്ടർ സ്കാർഫ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും റെഡിമെയ്ഡ് അണ്ടർ സ്കാർഫുകളെ കൊണ്ട് പറ്റില്ല. അതുമാത്രമല്ല റെഡിമെയ്ഡ് അണ്ടർ സ്കാർഫുകൾ പലപ്പോഴും നമുക്ക് ടർബൈൻ്റെ പർപ്പസ് ഒന്നും തരുന്നില്ല. ഇന്നർ ക്യാപ്പ് ശരിക്കും നിൽക്കില്ല. അധികം മെറ്റീരിയലും ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ വാങ്ങാനും അത്യാവശ്യം വില ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ആ ഒരു പർപ്പസ് ശരിക്കും നടക്കില്ല. സോ നിങ്ങൾ അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും റെഡിമെയ്ഡ് അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മിസ്റ്റേക്ക് നമ്പർ 2, നമ്മളുടെ ഇന്നർ ക്യാപ്പ് നമ്മളുടെ ഫേസിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. നമുക്കറിയാം നമ്മളുടെ ഓരോരുത്തരുടെ ഫേസും ഓരോ ഷേപ്പിലാണ്. ചിലത് ഓവലാണ്, ചിലത് റൗണ്ടാണ്, ചിലത് ഒരു സ്ക്വയർ ടൈപ്പ് ഫേസ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഓരോരുത്തരതും ഓരോ കളറുമാണ്. സോ നമുക്ക് എപ്പോഴും നമ്മളുടെ ഫേസിനനുസരിച്ച് നമുക്ക് ഹിജാബ് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കവിളുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഫോൾഡിങ് കൊടുക്കാം. ഇനി കവിൾ അധികം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കിവിടെ വൈഡായിട്ട് എടുക്കാം. അതൊക്കെ ഹിജാബിൻ്റെ മെറിറ്റാണ്. ഹിജാബ് ഇടുന്ന നമ്മളുടെ അറബിക് അല്ലെങ്കിൽ തുർക്കി ഹിജാബുകളൊക്കെ പിക്കൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഇന്നർ സ്കാർഫ് വളരെ മൈന്യൂട്ടായിട്ട് ഒരു ലിറ്റിൽ ട്രയാങ്കിൾ ആണ് അവരുടെ ഫേസ് കാണിക്കുക. എന്നാൽ അവരുടെ ഇന്നർ സ്കാർഫ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഇട്ടിട്ടുണ്ട്, എന്നാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല, എന്നാൽ അവരുടെ ഹെയർ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലധികം ഹിജാബി കുട്ടികളും തട്ടിടുമ്പം അവരുടെ മുന്നിൽ ഫേസ് നെറ്റിൻ്റെ അവരുടെ ഈ ഐബ്രോ കഴിഞ്ഞിട്ടുള്ള അധികം പോർഷനിലും ഒരു വലിയ വേറൊരു ട്രയാങ്കിൾ ഉണ്ടാവും. അതൊരു വേറെ കളറും ആയിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫേസിന് എപ്പോഴും ഒരു യുണീക്ക് കളറാണ് നല്ല രസം ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഹിജാബ് ആണെങ്കിലും എപ്പോഴും മൾട്ടി കളർ ഹിജാബ് അല്ലെങ്കിൽ പ്രിന്റഡ് ഹിജാബിനേക്കാളൊക്കെ നമുക്ക് എപ്പോഴും ഭംഗി ഉണ്ടാവുക പ്ലെയിൻ കളർ ഹിജാബാണ്. അതുപോലെ തന്നെ ഇന്നർ ക്യാപ്പ് മാക്സിമം നിങ്ങളുടെ ഹിജാബിൻ്റെ കളറാക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് കളറുകളുണ്ട്, ഒന്ന് ഗ്രേ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് പിങ്ക്, അതല്ലെങ്കിൽ ഒരു ബീച്ച് കളറൊക്കെ ഉണ്ട്. അതാണ് കുറച്ചും കൂടി ഇന്നർ ക്യാപ്പിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നൽകുന്ന കളറുകൾ. സോ നിങ്ങൾ ആ ഒരു കളറ് ഇന്നർ ക്യാപ്പ് യൂസ് ചെയ്യുക. അധികം ആൾക്കാരും ചെയ്യുന്നതാണ്. ഏത് ഷോൾ എടുത്ത് നമ്മൾ റോൾ ചെയ്ത് ഇന്നർ സ്കാർഫ് ആക്കി റോൾ ചെയ്താലും കുഴപ്പമില്ല. ഇന്നർ സ്കാർഫ് വളരെ കുറച്ചല്ലേ, പക്ഷെ അങ്ങനെയല്ല, കാണുന്ന സ്ഥലം നല്ല ക്വാളിറ്റി തോന്നണം. സോ കുറച്ച് സ്ഥലമാണ് കാണുന്നതെങ്കിലും അവിടെ നമുക്കൊരു വാല്യൂ തോന്നണം. സോ എപ്പോഴും ഇന്നർ സ്കാർഫിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഡും ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നർ സ്കാർഫിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അണ്ടർ സ്കാർഫ് എല്ലാവരും കാണില്ലല്ലോ എന്ന് വിചാരിച്ച് ലോക്കൽ ഷോളുകൾ എടുത്തിട്ട് നമ്മൾ ചുറ്റരുത്. കാരണം അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു എഫക്റ്റ് അതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ ഫേസിനെയാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി മെറ്റീരിയലുകൾ ഇന്നർ ക്യാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാം. മിസ്റ്റേക്ക് നമ്പർ, ഹിജാബിന് കൂടുതൽ ഭംഗിയാക്കുന്ന രീതിയിൽ എങ്ങനെ അണ്ടർ സ്കാർഫ് ഇടാമെന്ന് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല. സോ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും കൂടി ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ, ഒരു അണ്ടർ സ്കാർഫ് ഇടുന്നതിലൂടെ നമുക്ക് ഫസ്റ്റിൽ വരുന്ന ഒരു ഇന്നർ ക്യാപ്പും നമ്മളുടെ ഹെഡിന് കറക്റ്റ് ഷേപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടർബനും നമ്മളുടെ ഹിജാബ് ഒരു ഒതുക്കത്തിൽ നിൽക്കാനുള്ള ഒരു ബാക്ക് വോളിയും, ഈ 3 ഘടകങ്ങൾ, ഈ 3 ഫാക്ടർ നമുക്കൊരു അണ്ടർ സ്കാർഫിലൂടെ കിട്ടിയിരിക്കണം. ആ ഒരു 3 ഫാക്ടർ ശരിയായാൽ പിന്നെ നിങ്ങൾ പുറത്തിടുന്ന ഹിജാബ് നിങ്ങൾ ഒരുപാട് ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഹിജാബ് വെറുതെ ജസ്റ്റ് ഒരു വൺ സൈഡിലേക്ക്
സൈഡിലേക്ക് മെൻഷൻ ചെയ്തിട്ടാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടാലും കുഴപ്പമില്ല, ഈ 3 ഘടകങ്ങൾ ശരിയായാൽ. സോ അണ്ടർ സ്കാർഫ് നിങ്ങൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഭാഗത്തെ ഇന്നർ ക്യാപ്പ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. അതിൽ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യാതെ ലോ ക്വാളിറ്റി ഷോളുകളൊന്നും എടുക്കാതെ നല്ല ക്വാളിറ്റിയിൽ കാണുന്ന സ്ഥലം നല്ല വൃത്തിയിലും നീറ്റിലും ആക്കിയിട്ട് എടുക്കുക. അതുപോലെ ചില ആൾക്കാരുണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ് ഇന്നർ ക്യാപ്പ് ഇവിടെ നമ്മളുടെ സിങ്ങിൻ്റെ ഒക്കെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇന്നർ ക്യാപ്പിന് ഒരുപാട് ലെയറൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെയാണ് അവർ ഒരുപാട് പൊന്തിച്ച് വെക്കാം. സോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നർ ക്യാപ്പിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു സമയത്ത് അതിന് ഒരുപാട് ലെയർ കൊടുക്കരുത്. നമ്മളുടെ ഫേസിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് കാണുന്ന ഇത്രയും പോർഷന് നമുക്ക് ഇന്നർ ക്യാപ്പായിട്ട് എടുക്കാം. ഇന്നർ ക്യാപ്പ് എന്ന് പറയുമ്പോഴുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളുടെ കറക്റ്റ് നമ്മളുടെ ഹെഡിന് നമ്മൾ ഷേപ്പ് കൊടുക്കാനാണ് നമ്മൾ ടർബൻ കെട്ടുന്നത്. ടർബൻ ഏകദേശം നമ്മളുടെ ഹെഡിൻ്റെ സെൻറ്റർ പോർഷനിലാണ് വരുന്നത്. ഇനി നമ്മളുടെ ഹിജാബിനെ നമ്മളുടെ ഹെഡിനെ കറക്റ്റ് ആ ഒരു ഹിജാബിലേക്ക് തന്നെ ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ ബാക്കിൽ ഒരു ചെറിയ വോളിയം കെട്ടുന്നത്. നമ്മളുടെ ഹെയർ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്രാബ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഹിജാബ് വോളിയം ആയി. ഈ 3 ഘടകങ്ങൾ കറക്റ്റ് ആയിരിക്കണം എപ്പോഴും. നമുക്ക് കറക്റ്റ് ഹെഡിൻ്റെ പോർഷനിലാണ് നമുക്ക് കറക്റ്റ് പൊന്തൽ വേണ്ടത്, കുറച്ച് പ്രൊജക്ഷൻ വേണ്ടത്. സോ കറക്റ്റ് ഇവിടെ അധികം നിങ്ങളുടെ അണ്ടർ സ്കാർഫിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇന്നർ ക്യാപ്പാണ്. നമ്മളുടെ ഹെയർ തുടങ്ങുന്ന ഭാഗത്താണ് നമ്മൾക്ക് മറക്കേണ്ടത്. അപ്പോൾ ഈ ഷോളിൻ്റെ ഈ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിങ് കാണുന്ന ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യരുത്. ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. ഇതിപ്പോൾ ഈ സ്റ്റിച്ചിങ് കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാതെ ഇപ്പം നമ്മൾ ഒരു വട്ടം പാരലായിട്ട് 1, അതുപോലെ തന്നെ 2, അതുപോലെ തന്നെ ഒരു 3 മടക്ക് ഇതാക്കാം. ഇങ്ങനെ മടക്കുന്ന സമയത്ത് നമുക്ക് ഇന്നർ ക്യാപ്പിന് എന്താ വെച്ചാൽ ഒന്നും കൂടി ഒരു ക്വാളിറ്റി കൂടുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ആയി കാണുമ്പോൾ ഇത് ചിലപ്പം ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് നെറ്റിക്ക് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കും, അത് ഒഴിവാക്കാം. എന്നാൽ ഇത് പൊന്തി നിൽക്കുകയില്ല. ഇത് വളരെ നൈസായിട്ട് പൊന്തി നിൽക്കാതെ കറക്റ്റ് പാരലായിട്ട് ഒരു ലിറ്റിൽ ഭാഗം മാത്രം കണ്ടിട്ട് കറക്റ്റ് ആപ്റ്റായിട്ട് നിൽക്കും. ഫസ്റ്റത്തെ ഭാഗം നിങ്ങളുടെ നെറ്റിയും നിങ്ങളുടെ ഹെയറും കവർ ചെയ്യുന്ന ആ ഭാഗം ഈ ഒരു രീതിയിലുള്ള കട്ടിയാണ്. ഇത്രയും കട്ടി ആ ഭാഗത്തിന് പാടുള്ളൂ. ആ ഒരു കട്ടിയിൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അണ്ടർ സ്കാർഫിൻ്റെ ഫസ്റ്റത്തെ ഭാഗമായ ഇന്നർ ക്യാപ്പും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ചെവിയുടെ മുന്നിലൂടെ വന്നിട്ട് ഒരു ടർബൈൻ കറക്റ്റായിട്ട് നമ്മളുടെ ഹെഡിൻ്റെ സെൻറ്ററിലും ജസ്റ്റ് എന്തെങ്കിലും ക്രാബ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഹിജാബിൻ്റെ ബാക്കിൽ ഒരു വോള്യമായിട്ടും കൊടുക്കുക. അത് പേഴ്സണൽ ചോയ്സ് ആണ്. സോ നിങ്ങൾ അണ്ടർ സ്കാർഫ് യൂസ് ചെയ്യുമ്പം ഇത് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ നിങ്ങളുടെ ഹിജാബ് ലുക്കിന് എന്തായാലും ഒരു എക്സ്ട്രാ ഭംഗി വരും. ഈ 3 കാര്യം ചെയ്താൽ അത് ഷുവറാണ്. നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ 3 ഫാക്ടർ ശ്രദ്ധിക്കുക. ഓൾ റൈറ്റ്, ഇനി നമ്മുടെ ഫൈനൽ മിസ്റ്റേക്ക് കേൾക്കുമ്പോൾ വളരെയധികം സിമ്പിളായിട്ട് തോന്നുന്ന മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മൂട്ടി ചീകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഹിജാബോ അണ്ടർ സ്കാർഫോ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത് ആ മുടി നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. മാത്രം ഹിജാബ് ഇടുക, അല്ലെങ്കിൽ ഹിജാബ് ഇങ്ങനെ വീണ് കളിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. ഇനി മുടി ചീകുന്ന സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവാൻ, കൂടുതൽ ഷേപ്പ് ആവാൻ ഇങ്ങനെ മേലോട്ട് ചീകാതെ നമ്മൾ 2 സൈഡിലോട്ടാണ് മുടി ചീകേണ്ടത്. അപ്പോൾ വൃത്തിക്ക് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ മേലോട്ട് മുടി ചീകിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിന് നമ്മളുടെ മുടിയുടെ ചെറിയ ചെറിയ നാരുകൾ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും. ആ സമയത്ത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും. നമ്മൾക്ക് ഹിജാബ് കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ മുടി ചീകുന്ന സമയത്ത് ഇതിലൊരു സൈഡിലോട്ട് മുടി ചീകി ഒതുക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വൃത്തിയിൽ അണ്ടർ സ്കാർഫും ഹിജാബും ഇടാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയാണ് അണ്ടർ സ്കാർഫ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. വീണ്ടും നല്ലൊരു ഹിജാബ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ലുലു. ബൈ.